ഈ പോലീസ് കൺട്രോൾ റൂമിൽ, പാലക്കാട് പോലീസ് കൺട്രോൾ റൂമിൽ നമ്മൾ വിവരങ്ങൾ തേടി വിളിച്ചപ്പോൾ പക്ഷേ അവർക്ക് വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അതിൽ ഒരു കൺഫർമേഷൻ കിട്ടേണ്ടതുണ്ട്. അതായത് കുട്ടി ട്രെയിനിലുണ്ട് എന്നുള്ളൊരു വിവരം കുടുംബത്തിന് കൈമാറി കഴിഞ്ഞു. പക്ഷേ ഈ കൺട്രോൾ റൂമിൽ നിന്ന് ലഭിക്കുന്ന വിവരം പ്രകാരം അവർ സ്ഥിരീകരിച്ചൊന്നും പറയുന്നുമില്ല. എന്താണ് സാഹചര്യം എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. എന്തായാലും കുട്ടിയെ കിട്ടിയിരിക്കുന്നു എന്നുള്ളൊരു വിവരം തന്നെയാണ് നിലവിൽ കുടുംബത്തിന് ലഭിച്ചിട്ടുള്ളത്. അശ്വിൻ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അശ്വിൻ, എന്താണ് സാഹചര്യം? പ്രസാദിലേക്ക് വരാം. പ്രസാദ്, നിലവിൽ എന്താണ് ഇപ്പോൾ ഈ കുട്ടിയെ നമുക്ക് എത്രയും പെട്ടെന്ന് കുടുംബത്തിന്റെ അടുത്ത് എത്തിക്കണം. അപ്പോൾ ഈ കുട്ടി ഇപ്പോൾ നിലവിൽ എവിടെയാണുള്ളത്? അതായത് ഈ ട്രെയിനിൽ തന്നെ ഉണ്ട് എന്നുള്ളൊരു കാര്യത്തിൽ നമ്മൾ സ്ഥിരീകരണം ഉണ്ടല്ലോ അല്ലേ? റോഷ്നി, കേൾക്കാമെങ്കിൽ കേൾക്കാമോ? കേൾക്കാം. സ്ഥിരീകരിക്കുകയാണോ? ഇല്ലല്ല, സ്ഥിരീകരിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു വിവരം കിട്ടിയിട്ടില്ല. റെയിൽവേ പോലീസും ബാക്കിയുള്ളതെല്ലാം ഒരു അരമണിക്കൂർ കഴിഞ്ഞ് മാത്രമേ DCPയും അതുപോലെ തന്നെ സിറ്റി പോലീസ് കമ്മീഷണറും ഔദ്യോഗികമായി ഒരു ഡിക്ലറേഷൻ വിവരം വന്നതോ? പോലീസിൽ വിവരം മാധ്യമങ്ങളുടെ ഒരു കണ്ടെത്തലുണ്ടല്ലോ. ഇന്നിപ്പോൾ കേരളത്തിനകത്തും ഇന്ത്യക്കകത്തും എല്ലാം മാധ്യമങ്ങൾ വളരെ ശ്രദ്ധാലുക്കളാണല്ലോ. മാധ്യമങ്ങൾക്ക് കിട്ടിയ വിവരമാണ്. മാധ്യമങ്ങൾക്ക് കിട്ടിയ വിവരം മാധ്യമങ്ങൾ ജനങ്ങളിലേക്ക് തരികയാണ് ചെയ്തത്. പോലീസ് എന്താണെന്നുള്ളത് ഉടനെ ഇപ്പോൾ കമ്മീഷണർ അതിൻ്റെ ഇത് പറയും. അപ്പോഴേ നമുക്കത് ഒരു വിശ്വാസത്തിലെടുക്കാൻ കഴിയും. സ്ഥിരീകരിച്ചില്ല എന്നാണ് വെളിയിൽ പറയാൻ കഴിയുന്നത്. അതാണ് ഞങ്ങളെല്ലാം ഇവിടെ നിൽക്കുന്നത്. ഇത്ര നേരം തെരച്ചിൽ ഞങ്ങൾ പോയിരുന്നു. കുട്ടിയെ കിട്ടിയെന്ന് അറിഞ്ഞ് ഞങ്ങൾ വീടുകളിൽ പോയി. തെരച്ചിലുകൾക്ക് ഒരു ശാന്തത വന്നത് കുട്ടിയെ ഇങ്ങനെ ട്രെയിനിലുണ്ട്, പാലക്കാടേക്ക് പോകുന്ന ഒരു ട്രെയിനിനകത്ത് കുട്ടി ഉണ്ട് എന്നുള്ള ഒരു അനൗദ്യോഗികമായ വിവരം കിട്ടിയതിൻ്റെ ഭാഗമായിട്ടാണ് ഏറെ നേരമായി നമ്മൾ അന്വേഷണം നടത്തിക്കൊണ്ടിരുന്നതിലൊരു ചെറിയൊരു അയവ് വന്നിട്ടുള്ളത്. കമ്മീഷണർ ഉണ്ട്, അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഒരു കൃത്യമായ സ്ഥിരീകരണം കിട്ടിയില്ല എന്നുള്ളതാണ്. ഒരു നിമിഷം നമുക്കൊരു സ്ഥിരീകരണം കിട്ടുമോ എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഈ കുട്ടി തിരുവനന്തപുരം അരോണായി എക്സ്പ്രസ്സിലുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ട്രെയിൻ 12 മണിക്ക് പാലക്കാട് എത്തും. പാലക്കാട് വെച്ച് RPF പോലീസിന് കൈമാറുമെന്നുള്ളതും അറിയാൻ കഴിയുന്നുണ്ട്. പ്രസാദ്, ട്രെയിനിൽ പോലീസിന്റെ പരിശോധന നടക്കുന്നുണ്ട്. നിലവിൽ തൃശ്ശൂരിൽ നിന്നുള്ള പോലീസ് സംഘമാണ് ട്രെയിനിലുള്ളതെന്നും അറിയാൻ കഴിയുന്നു. അപ്പോൾ പോലീസ് ഇനി ഒരു സ്ഥിരീകരണം അതിൽ ഔദ്യോഗികമായി തന്നെ നമുക്ക് നൽകേണ്ടതുണ്ട്. പക്ഷേ കുട്ടി ട്രെയിനിലുണ്ട് എന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. പോലീസ് ട്രെയിനിൽ പരിശോധന നടത്തുകയാണ്. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നുള്ള പോലീസ് സംഘം ഈ അരോണായി എക്സ്പ്രസിൽ പരിശോധന നടത്തുന്നുണ്ട്. തിരുവനന്തപുരം അരോണായി എക്സ്പ്രസ് ആണിത്. ആ ട്രെയിനിൽ കുട്ടിയുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത്. ഈ ട്രെയിൻ 12 മണിക്ക് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലെത്തും. ഒറ്റപ്പാലം പിന്നിട്ടിട്ടുണ്ട് എന്നും അറിയാൻ കഴിയുന്നുണ്ട് നമുക്ക്. ഈ RPF പോലീസിന് പാലക്കാട് ആ ട്രെയിൻ എത്തിയാൽ കുട്ടി അതിലുണ്ടെങ്കിൽ കുട്ടിയെ RPF പോലീസ് കൈപ്പറ്റും. എത്രയും വേഗം മാതാപിതാക്കളുടെ അടുത്ത് ഈ കുട്ടിയെ എത്തിക്കാൻ കഴിയുമെന്നാണ് പോലീസും കരുതുന്നത്. എന്തായാലും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം കിട്ടേണ്ടതു തന്നെയുണ്ട്. പക്ഷേ കുട്ടി ട്രെയിനിലുണ്ട് എന്നുള്ളൊരു വിവരം നമുക്ക് മാധ്യമങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. പ്രസാദ്, എന്താണ്, എന്തെങ്കിലും വിവരം ലഭിക്കുന്നുണ്ടോ? കിട്ടിയ വിവരങ്ങളെല്ലാം സ്ഥിരീകരിക്കാൻ പറ്റുന്നത് തന്നെയല്ലേ? റോഷ്നി, ഇത് സംബന്ധിച്ചൊരു സ്ഥിരീകരണം ഇതുവരെയും പോലീസ് നടത്തുന്നില്ല എന്നുള്ളതാണ്. കഴക്കൂട്ടം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ നിയാസിന്റെ നേതൃത്വത്തിൽ ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥർ യോഗം ചേരുന്നുണ്ട്. കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനോട് ചേർന്ന് തന്നെയാണ് ഈ ഓഫീസും ഉള്ളത്. നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം. ഇവിടെ ഏതാണ്ട് ഒരു 10-ലധികം പോലീസ് വണ്ടികൾ നിർത്തിയിരിക്കുന്നത് കാണാം. അവിടെ നേരത്തെ തെരച്ചിലിനെല്ലാം നേതൃത്വം നൽകിയ പോലീസ് സംഘമാണ് ഇതേ വിവരം നമുക്ക് കിട്ടിയ അതേ വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടേക്ക് വന്നതും ഇവിടെ ഇപ്പോൾ യോഗം ചേരുകയും ചെയ്യുന്നത്. പക്ഷേ ഇതുവരെയും ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ പോലീസ് നടത്തുന്നില്ല എന്നുള്ളതാണ്. നേരത്തെ പോലീസിൻ്റെ കൂടെ തെരച്ചിലിന് നേതൃത്വം നൽകിയവർ നമുക്കൊപ്പം ഉണ്ട്. എന്താണ് ഇപ്പോൾ ഏറ്റവും അവസാനം ഇവർ പറയുന്നത്? എന്താണ്
ഒരു ഔദ്യോഗികമായ ഒരു പോലീസിൻ്റെ സ്ഥിരീകരണം കിട്ടാത്തിടത്തോളം സമയം നമ്മളെല്ലാവരും ഈ പൊതുനിരത്തുകളിൽ തന്നെ ഉണ്ട്. പോലീസ് പറഞ്ഞതിന് ശേഷം ഇടയ്ക്ക് വെച്ച് മാധ്യമങ്ങളിൽ ഏഷ്യാനെറ്റിലടക്കം വന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് കുട്ടിയെ പാലക്കാട് പോകുന്ന അല്ലെങ്കിൽ ഒറീസയിലേക്ക് പോകുന്ന ട്രെയിനിൽ കൂട്ടത്തോടെ എത്തി അല്ലേ എല്ലാവരും? പോലീസ് ഇവിടെ മാത്രമല്ല, പോലീസ് അന്വേഷണം അവിടെ ഉണ്ടായിരുന്ന പോലീസ് സംഘം അവിടെ ഉണ്ടായിരുന്ന ഫോഴ്സ് ഏകദേശം പൂർണ്ണമായും എത്തിയിട്ടില്ല. അവിടെയൊക്കെ തെരച്ചിൽ നടത്തുന്നുണ്ട്. പക്ഷേ ഈ തെരച്ചിലിനൊരു ശാന്തത വന്നത് അല്ലെങ്കിൽ തെരച്ചിലൊന്ന് നിർത്തിയ അവസ്ഥയിലേക്ക് എത്തിയത് ഈ കുട്ടി ട്രെയിനിലുണ്ട് എന്നുള്ള, പാലക്കാടേക്ക് അല്ലെങ്കിൽ ഒറീസയിലേക്ക് സഞ്ചരിക്കുന്ന ട്രെയിനിലുണ്ട് എന്നുള്ള ഒരു അനൌദ്യോഗികമായ വിവരം ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു പരിശോധന ഇവിടുത്തെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളും അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡുകളും ഇവിടെ ഒന്നേ ഉള്ളൂ, കഴക്കൂട്ടവും കണിയാപുരം ഉണ്ട്, മുരുക്കുമ്പുഴ ഉണ്ട്, അതുപോലെ തന്നെ ചിറയൻകീഴുണ്ട്, വർക്കല ഉണ്ട്. ഈ പറഞ്ഞ എല്ലാ സ്റ്റേഷനുകളിലും ഈ പറയുന്ന സമയങ്ങളിലേക്ക് അന്വേഷണം നടത്തി. അപ്പോൾ കുട്ടി ഇടയ്ക്ക് ഒരു 11 മണിക്ക് കുട്ടിയെ ഈ മിഷൻ ഹോസ്പിറ്റലിൻ്റെ നടയിൽ വെച്ച് കുട്ടിയെ കണ്ടതായ ഒരു വീഡിയോ ദൃശ്യം കാണുന്നു. അങ്ങനെയാണ് അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി പോകുന്ന സമയമായിരുന്നു. ഇപ്പോൾ ട്രെയിൻ പാലക്കാട് എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് പ്രസാദ്. അതായത് ഉദ്വേഗം നിറഞ്ഞ നിമിഷങ്ങൾ തന്നെയാണ്. നിലവിൽ കുട്ടി ഉള്ളതായി കണ്ടെത്തിയിരിക്കുന്ന ട്രെയിൻ പാലക്കാട് എത്തിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. വ്യക്തത വരേണ്ടതുണ്ട്. കുട്ടി ആ ട്രെയിനിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയും. ട്രെയിനിൽ കുട്ടി ഉണ്ടെങ്കിൽ ഏതാനും മിനിറ്റുകൾക്കകം തന്നെ നമുക്ക് ആ വിവരം സ്ഥിരീകരിക്കാൻ കഴിയും. കുട്ടിയെ കണ്ടെത്താൻ കഴിയും. കുട്ടിയെ മാതാപിതാക്കൾക്ക് തുടർന്ന് കൈമാറാൻ കഴിയും. എന്തായാലും ആ ട്രെയിൻ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നു എന്നുള്ള വിവരം തന്നെയാണ് ഇപ്പോൾ ഈ നിമിഷം വരുന്നത്. വ്യാപകമായ തിരച്ചിലിനൊടുവിലാണ് ഇപ്പോൾ കുട്ടിയെ കണ്ടെത്തി എന്നുള്ളൊരു വിവരം മാതാപിതാക്കൾക്ക് ലഭിച്ചത്. മിനിറ്റുകൾക്ക് മുൻപാണ് ആ വിവരം മാതാപിതാക്കൾ അറിഞ്ഞത്. കുട്ടിയുടെ അമ്മ തന്നെയാണ് നമ്മളോട് പ്രതികരിച്ചത്. അശ്വിനോട് കുട്ടിയുടെ അമ്മ നേരിട്ട് പറയുകയായിരുന്നു. അതായത് പാലക്കാട് നിന്ന് കുട്ടി ആ ട്രെയിനിൽ ഉണ്ട് എന്നുള്ളൊരു വിവരമാണ് മാതാപിതാക്കൾക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും ഉദ്വേഗം നിറഞ്ഞ ഏതാനും മിനിറ്റുകളാണ്. കുട്ടി ആ ട്രെയിനിൽ ഉണ്ടെങ്കിൽ മിനിറ്റുകൾക്കകം തന്നെ ആ വിവരം നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയും. കുട്ടിയെ പോലീസ് കൈപ്പറ്റും. കുട്ടിയെ എത്രയും വേഗം മാതാപിതാക്കളുടെ അടുത്ത് എത്തിക്കാനുള്ള ശ്രമം കൂടി ഉണ്ടാവും. എന്തായാലും ഇപ്പോൾ പാലക്കാട് എത്തിയിരിക്കുന്ന ആ ട്രെയിനിൽ കുട്ടി ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം തന്നെ ഉറ്റുനോക്കുകയാണ്. മണിക്കൂറുകൾ നീണ്ടുനിന്ന തിരച്ചിലായിരുന്നു. ആ പ്രദേശത്ത് കേന്ദ്രീകരിച്ച് തന്നെ തിരച്ചിൽ നടത്തി. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് ആണ് നിർണായക വിവരങ്ങൾ ലഭിച്ചത്. അതായത് ആ പ്രദേശത്തുള്ള ഒരു CCTV ദൃശ്യങ്ങളിൽ ഈ കുട്ടി നടന്നു പോകുന്നതായുള്ള ദൃശ്യം ലഭിച്ചു. റെയിൽവേ പോലീസിൽ നിന്നും പോലീസ് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ടായിരുന്നു. അതിലാണ് നിർണായകമായ വിവരം ലഭിച്ചത്. റെയിൽവേ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് കുട്ടി ട്രെയിനിൽ ഉണ്ടോ എന്നുള്ള സംശയത്തിലേക്ക് പോലീസ് എത്തിയത്. അങ്ങനെ കുട്ടി ആ ട്രെയിനിൽ ഉണ്ട് എന്നുള്ളൊരു കാര്യം പോലീസിന് കിട്ടിയ ഒരു വിവരം പോലീസ് ഉടനെ തന്നെ കുടുംബത്തിന് കൈമാറുകയായിരുന്നു. എന്തായാലും അസമിലേക്കുള്ള ട്രെയിനാണിത്. അരണോയ് എക്സ്പ്രസ് ആണ്. തിരുവനന്തപുരം അരണോയ് എക്സ്പ്രസ്സിൽ കുട്ടി ഉണ്ട് എന്നുള്ളൊരു നിഗമനത്തിൽ തന്നെയാണ് നമ്മൾ ഉള്ളത്. കുട്ടിയെ ഏതാനും നിമിഷങ്ങൾക്കകം പാലക്കാട് ആ ട്രെയിൻ എത്തിയിരിക്കുന്നു എന്നുള്ള വിവരം കൂടി കിട്ടുന്നുണ്ട്. അപ്പോൾ കുട്ടി ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം നമുക്ക് അറിയാൻ കഴിയും.